നമസ്കാരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ ആശ്രയിക്കുന്ന തിരിച്ചറിയൽ രേഖയാണ് ആധാർ. നിലവിൽ എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ആധാർ ഒരു പ്രധാന ഘടകം തന്നെയാണ്. പക്ഷേ ഈ ആധാർ ഒരേ സമയം വഞ്ചനാപരമായ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേകളിലോ നിങ്ങളുടെ ആധാർ കാർഡ് വിവരങ്ങൾ പങ്കിടാതിരിക്കുക. ഇത്തരത്തിൽ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ഡീലിങ്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആധാർ സ്ഥിരീകരണത്തിന്റെ ചരിത്രമാണ് പരിശോധിക്കേണ്ടത്. UIDAI ഔദ്യോഗിക വെബ്സൈറ്റിൽ ആദ്യം ലോഗിൻ ചെയ്യുക. ഇതിൽ ആധാർ ഒതന്റിക്കേഷൻ ഹിസ്റ്ററി എന്ന ഓപ്ഷൻ തുറക്കുക. നിങ്ങളുടെ ആധാർ KYCക്കായി എത്ര തവണ സ്ഥിരീകരണം നടത്തി എന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലൂടെ നിങ്ങൾ അറിയാതെ ആരെങ്കിലും നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ടെലികോം ഇപ്പോൾ മൊബൈൽ KYCക്ക് ആവശ്യപ്പെടുന്നില്ല. അതിനാൽ നിങ്ങൾക്ക് പാൻ കാർഡോ വോട്ടർ ID എടുത്തോ സമീപത്തുള്ള ടെലികോം ഓപ്പറേറ്ററുമായി ബന്ധപ്പെട്ടോ ഇത് സ്ഥിരീകരിക്കാനാകും. അവരുടെ രേഖകളിൽ നിന്ന് നിങ്ങളുടെ ആധാർ നീക്കം ചെയ്യാൻ അവരോട് ആവശ്യപ്പെടാനും സാധിക്കുന്നതാണ്. വാലറ്റുകളിൽ നിന്നും ഫിൻടെക് ആപ്പുകളിൽ നിന്നും ആധാർ നീക്കം ചെയ്യാൻ സാധിക്കും. 2018 സുപ്രീം കോടതി വിധിക്ക് ശേഷം ഭൂരിഭാഗം ഉപഭോക്തൃ വാലറ്റുകൾക്കും ആധാർ നിർബന്ധമില്ല. Paytm, ഫോൺപേ തുടങ്ങിയ എല്ലാ ആപ്പുകളിലും നിങ്ങൾ നൽകിയ KYC അല്ലെങ്കിൽ വ്യക്തിഗത വിവരങ്ങൾ വീണ്ടും പരിശോധിക്കുക. ഇതിൽ നിന്നും നിങ്ങളുടെ ആധാർ മാറ്റുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുക. ഇല്ലെങ്കിൽ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ട് ഡീലിങ്ക് ചെയ്യാൻ ഔദ്യോഗികമായി ആവശ്യപ്പെടാവുന്നതുമാണ്. ആധാർ നീക്കം ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രേഖയോ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതാണ്. ഈ രേഖകൾ നൽകി പുനഃപരിശോധന നടത്തുന്നതിനിടെ ചില ആപ്പുകൾ ഒരു വീഡിയോയോ അല്ലെങ്കിൽ സെൽഫിയോ ആവശ്യപ്പെട്ടേക്കാം. ഇത് ആപ്പിൻ്റെ സേവനം വീണ്ടെടുക്കാൻ അത്യാവശ്യം തന്നെയാണ്. നിങ്ങളുടെ ആധാർ രേഖയ്ക്ക് പകരം ഒരു മാസ്ക്ഡ് അല്ലെങ്കിൽ ഒരു താൽക്കാലിക വെർച്വൽ ആധാർ ID ഉപയോഗിക്കുക. രണ്ടും സ്ഥിരീകരണത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിൽ നൽകുമ്പോൾ തട്ടിപ്പ് നടത്തുന്നവർക്ക് നിങ്ങളുടെ ആധാറിൻ്റെ മൊത്തം നമ്പറും ലഭിക്കുകയില്ല. ഇത് സുരക്ഷിത ഇടപാടുകൾക്ക് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ആധാർ കാർഡ് വിവരങ്ങൾ സുരക്ഷിതമായി ഉപയോഗിക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച പലതരത്തിലുള്ള തട്ടിപ്പുകളാണ് ആളുകൾ നടത്തുന്നത്. ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം കേന്ദ്ര സർക്കാർ അടക്കം പ്രോത്സാഹിപ്പിക്കുന്നത്. തട്ടിപ്പുകൾക്ക് ആധാറിൻ്റെ 12 അക്ക നമ്പറുകൾ തന്നെ ധാരാളമാണ്. അതുകൊണ്ട് തന്നെ ആധാർ കൂടുതൽ സുരക്ഷിതമായി തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട്.